സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ ഞാനൊരു സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയുള്ള ബെസ്റ്റ് ബ്രേക്കൗട്ട് സ്ട്രാറ്റജി. അപ്പോൾ ആ സ്ട്രാറ്റജി അന്നത്തെ ദിവസം ഞാൻ ഈ സ്ട്രാറ്റജി മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ആ സ്ട്രാറ്റജി ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ സ്ട്രാറ്റജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആദ്യത്തെ 15 മിനിറ്റ് 2% കൂടുതലായിരിക്കണം. അതിനുശേഷം വരുന്ന 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമ്മുടെ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിരിക്കണം. അതേപോലെ ക്ലോസ് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ക്ലോസിനെ കാട്ടി കൂടുതലായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്യാൻഡലിൻ്റെ ഹൈക്ക് മുകളിൽ ബൈ ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതായിരുന്നു സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഈ കണ്ടീഷൻ മാച്ച് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള സ്കാനർ നിർമ്മിച്ചെടുക്കാം. ഇതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ സ്ട്രാറ്റജി ഒന്ന് നോക്കി വയ്ക്കാം. ഫസ്റ്റ് ക്യാൻഡിൽ 2% കൂടുതലായിരിക്കണം. അതിൽ സെക്കൻഡ് ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെക്കാട്ടി കൂടുതലായിരിക്കണം. ക്ലോസും ഫസ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ക്ലോസിനെക്കാട്ടി കൂടുതലായിരിക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്യുന്ന സ്കാനറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് charting.com പോവാം. അവിടെ നമുക്ക് ക്രിയേറ്റ് സ്കാനിൽ കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞത് പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് കാണാം. അപ്പോൾ ലേറ്റസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് അവിടെ 15 മിനിറ്റ് ആക്കാം. ഇവിടെ തന്നെ 0 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ, അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ 50 മിനിറ്റ്സ് പെർസെൻറ്റേജ് ചേഞ്ച് ഗ്രേറ്റർ ദാൻ നമ്പർ 2. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ മാച്ച്, ഫസ്റ്റ് കണ്ടീഷൻ മാച്ചായി. സെക്കൻഡ് പറയുന്നത് 50 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ആണ്, ഹൈ ആണ്, 50 മിനിറ്റ്സ് സെക്കൻഡ് ക്യാൻഡിൽ താഴേക്ക് വരുന്നത് നമുക്ക് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം ഹൈ ഫസ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിലും നമുക്ക് മാച്ചായി, കണ്ടീഷൻ മാച്ചായി. ഒന്നുകൂടി കോപ്പി ചെയ്തിട്ട് നമുക്ക് ക്ലോസും കൂടി അതേപോലെ ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ക്ലോസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി ഇവിടെ ക്യാഷ് മാറ്റിയിട്ട് ഫ്യൂച്ചർ ആക്കാം. നമ്മുടെ കണ്ടീഷനൊക്കെ മാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ റൺ കൊടുക്കാം. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ദിവസം മാച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ടോയെന്ന്. ഫസ്റ്റ് PNB ആണ്. അപ്പോൾ 1 ഡേ 50 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്ക് നോക്കി കാണാം. ഓക്കെ, ഫസ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡിലും ബ്രേക്ക് ചെയ്തിട്ടാണ് സെക്കൻഡ് 50 മിനിറ്റ്സ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹൈക്ക് മുകളിലാണ് നമ്മൾ ബൈ എടുക്കുന്നത്. കണ്ടോ, ഇവിടെ ബൈ വന്നിട്ടുണ്ട്, ബൈ വന്നിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാൽപതി ലാബിൻ്റെ ആണ് വന്നിട്ടുള്ളത്. അത് ഫസ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡിലും സെക്കൻഡ് 50 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടീഷനൊക്കെ മാച്ചാണ്. പക്ഷേ ഹൈക്ക് മുകളിലാണ് ബൈ വന്നിട്ടുള്ളത്. പക്ഷേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല ആ ദിവസം. അപ്പോൾ നമ്മുടെ ഇത് ആക്റ്റീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ മാത്രമാണ് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബൈയിങ് കണ്ടീഷൻ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ സ്ട്രാറ്റജി ഇതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഈ കണ്ടീഷൻ മാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സെല്ല് എന്ന് പറയുന്നത്. സെല്ല് എന്ന് പറയുന്നത് ആദ്യത്തെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ 2% കാട്ടി താഴെ ആയിരിക്കണം, -2% താഴെ ആവണം. അതുപോലെ സെക്കൻഡ് ക്യാൻഡിലും ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോനും കാട്ടി താഴെ ആയിരിക്കണം. ക്ലോസും ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോനും കാട്ടി താഴെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ നമുക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കാനറിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഫസ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഗ്രേറ്റർ ദാൻ ഉള്ളത് നമ്മൾ ലെസ് ദാൻ ആക്കിയിട്ട് നമ്പർ ഉള്ളത് -2 ആക്കാം. അതേപോലെ 50 മിനിറ്റ്സ് ഹൈ ഉള്ളത് നമുക്ക് മാറ്റിയിട്ട് ലോ ആക്കാം. ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് ലെസ് ദാൻ ആക്കാം. ഈ ഹൈ മാറ്റി ലോ ആക്കാം. ക്ലോസ് സെയിം തന്നെ നമ്മൾ ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് ലെസ് ദാൻ ആക്കിയാൽ മതി. ഇനി നമുക്ക് റൺ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് ഒരു സ്റ്റോക്ക് മാച്ച് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ കണ്ടീഷൻ കൊടുത്താൽ മതി. നിങ്ങൾ മാർക്കറ്റ് ബെയറിഷ് ഡേയിൽ ഈ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ മാച്ച് ആവുന്ന സ്റ്റോക്കുകൾ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്കാനർ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്കാനറാണ്. അപ്പോൾ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജി. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ശേഷം കൊടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.